കൂട്ടുകാരെ, നമുക്കിന്ന് നല്ല അടിപൊളി ഒരു ബീഫ് ബിരിയാണി ഉണ്ടാക്കാം. അത് എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും, വലിയ പ്രയാസമൊന്നും ഇല്ലാതെ ഉണ്ടാക്കാൻ പറ്റും. എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഞാനിവിടെ 1 കിലോ അരിയിലുള്ള ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോണത്. അതിനു വേണ്ടി ഞാനിവിടെ 1 കിലോ ബീഫ് ഇറച്ചിയാണ് എടുത്തിട്ടുള്ളത്. ഞാനിവിടെ ഇതേപോലെ കുറച്ച് വലിയ കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചിട്ടുള്ളത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ കഷ്ണമാക്കിയിട്ട് മുറിച്ചെടുക്കാനുള്ളതാണ്. ആദ്യം നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് 2 കുടം വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക. എന്ന് വെച്ചാൽ 1/4 കപ്പ് വെളുത്തുള്ളി. ഇനി അതിൻ്റെ കൂടെ തന്നെ ഒരു 1/4 കപ്പ് ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കുക, ചുമന്നുള്ളി. ചെറിയ 3 കഷ്ണം ഇഞ്ചി ഇട്ട് കൊടുക്കുക. ഞാനിവിടെ 10 പച്ചമുളക് എടുത്തിട്ടുണ്ട്, അത് ഇട്ട് കൊടുക്കുക. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂണ് പെരുംജീരകം ഇട്ട് കൊടുക്കുക, എന്ന് വെച്ചാൽ വലിയ ജീരകം. ഇനി നമുക്കിതെല്ലാം പാടെ ഒന്ന് ചതച്ച് കൊണ്ടുവരാം. ഇതേപോലെ ചതച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മുടെ ബീഫ് മസാല പുരട്ടി സെറ്റ് ചെയ്ത് വെക്കാം. ഇനി നമുക്കിതിലൊരു 3 ഉള്ളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ മൊത്തം 6 വലിയ ഉള്ളിയാണ് എടുത്തിട്ടുള്ളത്. അതിൽ 3 ഉള്ളി മസാലയിൽ ഇട്ട് കൊടുക്കുക, 3 ഉള്ളി പൊരിച്ചെടുക്കാൻ ഞാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ഒരു 3 മീഡിയം സൈസിലെ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കുക. നമ്മൾ ചതച്ച് വെച്ച ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളിയൊക്കെ 3 ടേബിൾ സ്പൂൺ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ബാക്കിയുള്ളത് ഇരുന്നോട്ടെ, നമുക്ക് മസാല ഉണ്ടാക്കാനും ചോറിലേക്കൊക്കെ വേണ്ടിയുള്ളതാണ്. ഇനി നമുക്കിതിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് കുറച്ച് പുതിനയുടെ ഇലയും ഇട്ട് കൊടുക്കാം. ഇനി ഒരു വലിയ നാരങ്ങ ഇതിൽ പിഴിഞ്ഞു കൊടുക്കാം. ഇനി ഇതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് തൈരും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് മസാലകൾ ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, 2 ടീസ്പൂണ് കുരുമുളക് പൊടി, 2 ടീസ്പൂണ് ഗരം മസാല. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇത് നമുക്കിനി നന്നായിട്ട് തിരുമ്മി മിക്സാക്കി കൊടുക്കാം. മസാലയും ഉള്ളിയും തക്കാളിയും ഒക്കെ ഒന്ന് മിക്സായി വരട്ടെ. നമ്മളിങ്ങനെ കൈ കൊണ്ട് നിരടുമ്പോഴേ മസാലയ്ക്ക് ഒരു നല്ലൊരു മണം വരും. അതുവരെ അങ്ങനെ നിരടി കൊടുക്കാം, മിക്സാക്കി കുഴച്ചെടുക്കാം. നല്ലൊരു മണം കേട്ടോ. ഇപ്പം നമ്മുടെ ഉള്ളി മസാലയൊക്കെ നന്നായിട്ട് മിക്സാക്കിയിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ കൂട്ടത്തിൽ ഇറച്ചി ഇട്ട് കൊടുക്കാം. കഴുകി നല്ല വൃത്തിയാക്കി വെച്ച് വെള്ളമൊക്കെ വാർന്നു പോയ ഇറച്ചിയാണ് കേട്ടോ. ഇനി നമുക്ക് ഇറച്ചിയിൽ മസാല പിടിക്കേണ്ട രീതിക്ക് ഒന്നുകൂടി ഇതേപോലെ നിരടി തിരുമ്മി കൊടുക്കുക. ഇറച്ചിയും മസാലയും ഉള്ളിയും ഒക്കെ പടം ഒന്നുകൂടി മിക്സാവട്ടെ. ഉപ്പും ഇപ്പം നന്നായിട്ട് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ മസാല പുരട്ടിയ ഇറച്ചി ഒരു 1/2 മണിക്കൂർ മാറ്റി വെക്കണം. അപ്പോഴാണ് നമ്മുടെ മസാലയും ഉപ്പും എല്ലാം ഇറച്ചിയിൽ നല്ലതുപോലെ പിടിച്ച് നല്ല ടേസ്റ്റ് ഉണ്ടാവും. നമുക്കിനി അരി കഴുകി ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാം. ഞാനിവിടെ എടുത്തിട്ടുള്ളത് ജീരകസാല അരി 1 കിലോനാണ്. അത് 250 ml കപ്പിൻ്റെ 5 കപ്പ് തികച്ചില്ല, 4 കപ്പും 5 കപ്പിൻ്റെ കുറച്ച് കുറവായിട്ടുണ്ടാവും. നമ്മൾ എപ്പോൾ ബിരിയാണി ഉണ്ടാക്കിയാലും ജീരകസാലയുടെ അരി കൊണ്ട് ബിരിയാണി ഉണ്ടാക്കുമ്പോൾ പ്രത്യേക ഒരു ടേസ്റ്റാണ് കേട്ടോ. ഇനി നമ്മുടെ അരിയും ഒരു 20 മിനിറ്റ് ഇരുന്ന് കുതിർന്ന് വരട്ടെ. ഇപ്പോൾ നമ്മൾ ഇറച്ചി വെച്ചിട്ട് ഒരു 1/2 മണിക്കൂർ ആയിട്ടുണ്ട്. നമുക്കിനി മസാല പിടിപ്പിച്ച ഇറച്ചി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിത് മൂടി വെച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വെള്ളം ഒന്നും ഒഴിക്കണ്ടേ. ഇറച്ചി വേകാൻ ആവശ്യത്തിനുള്ള വെള്ളം ഇറച്ചിയിലും മസാലയിലും ഉണ്ട്. ഇനി നമുക്കിത് അടുപ്പത്തിൽ വെച്ച് കത്തിക്കാം. നമുക്കിനി ഇറച്ചി ഒരു 6 വിസിൽ വരെ വേവിച്ചെടുക്കാം. 1 വിസിൽ വരുന്നവരെ നല്ല കത്തിക്കുക. ബാക്കിയുള്ള 5 വിസിലിനും മീഡിയം തീ വെച്ച് 5 വിസിൽ അടുപ്പിച്ചെടുക്കുക. ഇപ്പോൾ നമ്മുടെ ഇറച്ചിക്ക് 6 വിസിൽ വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം.
ഇതിനിവിടെ നിന്ന് ഇതിൻ്റെ കാറ്റൊക്കെ ഒന്ന് പൊയ്ക്കോട്ട്. ഇറച്ചി വേവിക്കുമ്പോൾ കുക്കറിൻ്റെ വലിപ്പമും ഇറച്ചീനെ അനുസരിച്ച് വേവ് അങ്ങോട്ട് ഇങ്ങോട്ടാവും. അതിനനുസരിച്ചിട്ട് വേണം വേവിച്ചെടുക്കാൻ. നമുക്കിനി ചോറുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയ പാത്രം അടുപ്പത്ത് വെക്കാം. പാത്രം ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിൽ 5 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അത്ര തന്നെ സൺഫ്ലവർ ഓയിലോ വെളിച്ചെണ്ണയോ എന്താ വെച്ചാൽ ഒഴിച്ചു കൊടുക്കുക. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് ഒഴിക്കുന്നത്. ഇനി നമുക്ക് ഞാൻ പറഞ്ഞ 3 വലിയ ഉള്ളി അരിഞ്ഞത് വറുത്തെടുക്കുക. കനം കുറച്ചാണ് അരിയുന്നത്. നമുക്കിത് നന്നായിട്ട് പൊരിഞ്ഞ് വരട്ടെ ഉള്ളി. നമ്മൾ ബിരിയാണി ഉണ്ടാക്കുമ്പോഴേ ഏറ്റവും സമയം കൂടുതൽ വരുന്നത് നമ്മുടെ ഉള്ളി പൊരിച്ചെടുക്കാനാണ് കേട്ടോ. അതിന് നമ്മുടെ ഉള്ളി ഇതാ അടിപൊളിയായിട്ട് പൊരിഞ്ഞ് വെച്ചിട്ടുണ്ട്. നമുക്കിനി പാത്രത്തിലേക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് അണ്ടിപ്പരിപ്പിട്ട് പൊരിച്ചെടുക്കാം. ഇപ്പം നമ്മുടെ അണ്ടിപ്പരിപ്പിൻ്റെ കളറൊക്കെ ചെറുതായിട്ട് മാറിയിട്ടുണ്ട്. നമുക്കിനി ഇത് കുറച്ച് ഉണക്ക മുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. അതുകൂടി ഒന്ന് ഫുട്ബോൾ പോലെ വീർത്തി വരട്ടെ, അതുവരെ ഇളക്കി കൊടുക്കാം. ഇപ്പം നമ്മുടെ മുന്തിരിയും വീർത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഈ ഉള്ളിയുടെ കൂടെ തന്നെ ഒരു സൈഡിൽ ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിൽ ഒരു 5 ഏലക്ക ഇട്ട് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 6 ഗ്രാമ്പ് ഇട്ട് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഒരു പട്ട ചെറുതായിട്ട് പൊടിച്ചത് അതും ഇട്ട് കൊടുക്കുക. ഇതൊന്ന് വാടി വരട്ടെ. നമ്മുടെ ഗ്രാമ്പും പട്ടയൊക്കെ ഒന്ന് വറന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരിച്ചിരി ഉള്ളി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു ഉള്ളിയുടെ പാതി ഉള്ളി എടുത്തിട്ടുണ്ട്, ഒരു ചെറിയ ഉള്ളിയുടെ. ഇനി ഇതിൽ നമുക്ക് ഒരു 1.5 ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചതിട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് പച്ചമണമൊക്കെ മാറി വരട്ടെ. നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് ചെറുതായിട്ട് വാടി വന്നിട്ടുണ്ട്. വല്ലാതെ വാടേണ്ട ആവശ്യമില്ല. ഇനി നമുക്കിതിലേക്ക് ചോറിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ 7.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതിൽ പച്ചവെള്ളമോ ചൂടുവെള്ളമോ ഏത് വെള്ളം വേണമെങ്കിലും ഒഴിക്കാം. ഞാൻ ഒഴിച്ചത് പച്ചവെള്ളമാണ്. ഇനി ഇതിൽ നമുക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഞാനിവിടെ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് 1 കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം കണക്കിലാണ് ഒഴിച്ചു കൊടുത്തത് കേട്ടോ. ഇനി നമ്മുടെ വെള്ളം ഒന്ന് നന്നായിട്ട് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. ഇപ്പം നമ്മുടെ വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഈ സമയത്ത് ഇനി നമുക്കിതിൽ അരി ഇട്ട് കൊടുക്കാം. ഞാനിതാ അരിയൊക്കെ നന്നായിട്ട് വെള്ളമൊക്കെ ഊറ്റി തോർത്തി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി അരി ഒന്ന് നന്നായിട്ട് വെട്ടി തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് കത്തിച്ചു കൊടുക്കാം. നമ്മുടെ അരി ഇതാ നല്ല വെട്ടി തിളച്ച് വരുന്നുണ്ട്. നമുക്കിനി ഒന്ന് ഇളക്കിയിട്ട് നമുക്ക് മൂടി വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിച്ചെടുക്കാം. മൂടി വെക്കാം. ഇറച്ചി ഇപ്പം നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ച് വെള്ളം കൂടുതലുണ്ടായിരുന്നു, അതൊക്കെ ഞാൻ വറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇപ്പം നല്ല കുഴമ്പ് പോലെ ആയിട്ടുണ്ട്, കണ്ടില്ലേ? ഇതിവിടെ ഇരിക്കട്ടെ. നമ്മുടെ ചോറ് വെച്ചിട്ട് ഇപ്പോൾ ഒരു 10 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്ക് ഇനി ഇത് ഇറക്കി വെക്കാം. ഇനി നമുക്ക് ഇറച്ചിയും ചോറൊക്കെ കൊള്ളണ ഒരു വലിയ പാത്രം അടുപ്പിൽ വെക്കാം. ഇനി നമുക്ക് ആ പാത്രത്തിൽ 1 ടേബിൾ സ്പൂണ് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്ക് നമ്മൾ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ ചതച്ചില്ല, അതിൻ്റെ ബാക്കിയുള്ളതൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ നമുക്ക് ഇളക്കി കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറിയിട്ട് നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയൊക്കെ ഇതിൽ ഇട്ട് കൊടുക്കാം. ഇച്ചിരി പുതിനയിലയും ഇട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കിയെടുക്കാം. നമ്മൾ പൊരിച്ച് വെച്ച പകുതി ഉള്ളി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്കൊന്ന് ഇളക്കി ഒക്കപ്പാടെ ഒന്ന് മിക്സാക്കാം.
ഇനി നമുക്കിതിൽ നമ്മൾ വേവിച്ച് മാറ്റി വെച്ച ഇറച്ചി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി മസാല റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ചോറൊന്ന് നോക്കാം. നമ്മുടെ ചോറ് ഇതാ വെന്തിരിക്കണ്ടേ. ഇനി നമുക്ക് ഈ ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇങ്ങനെ പരത്തി ഇട്ട് കൊടുക്കുക. മേലത്തെ ചോറ് വേണം അടിയിലിടാൻ കേട്ടോ. ഇപ്പം നമ്മൾ ഒരു ലെയർ ചോറ് റെഡിയാക്കിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് കൊടുക്കാം. കുറച്ച് കിര മസാല ഇതിൻ്റെ മേലിലേക്ക് ഇങ്ങനെ വിതറിയിട്ട് കൊടുക്കാം. ഈ വറുത്ത് കോരി വെച്ച ഉള്ളിയും അണ്ടിപ്പരിപ്പൊക്കെ ഇതിൽ ഇതേപോലെ വിതറിയിട്ട് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പ് വിതറി കൊടുക്കാം. ഇനി ഇച്ചിരി പുതിന ഇലയും കൂടി വിതറി കൊടുക്കാം. ഇനി നമുക്ക് ഇതിൻ്റെ മേലെ ബാക്കിയുള്ള ചോറും കൂടി ഇതേപോലെ വിതറി ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മുടെ ചോറൊക്കെ നന്നായിട്ട് ലെവലാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മേലെ നമ്മുടെ ബാക്കിയുള്ള അണ്ടിപ്പരിപ്പും മുന്തിരിയും ഇട്ട് കൊടുക്കാം. ലേശം മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ കൂടെ ഒരിച്ചിരി പുതിനയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഈ സൈഡിൽ മൈദപ്പൊടിയോ കുറച്ച് ഗോതമ്പ് പൊടിയോ എന്തെങ്കിലുമൊക്കെ വെച്ച് ഇങ്ങനെ തേമ്പി കൊടുക്കാം. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഗോതമ്പ് പൊടിയാണ്. ഇത് ദമ്മ് ചെയ്യാനാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി നമുക്കിത് മൂടിയിട്ടൊന്ന് അമർത്തി വെക്കാം. അങ്ങനെ ഇരിക്കട്ടെ. ഇനി നമുക്കിത് ചെറിയ തീയിൽ ഒരു 15 മിനിറ്റ് വേവിച്ച് കൊടുക്കണം. നിങ്ങൾ ഗ്യാസ് അടുപ്പിലാണ് വെക്കുകയാണെങ്കിൽ ചെറിയ തീയുള്ള ചെറിയ അടുപ്പില്ലേ, അതിൽ ചെറിയ തീയിൽ 15 മിനിറ്റ് വെക്കുക. ശരിക്കും ചോറ് ദമ്മിടേണ്ടത് മേലെ കനലിട്ടിട്ടാണ്. ഇപ്പം എല്ലാവരും കുക്കറിലും മറ്റേ ഗ്യാസ് അടുപ്പിലൊക്കെ അല്ലേ വെക്കുക. അപ്പം നമ്മൾ കനലിട്ട് ദമ്മാക്കണത് പോലെ ആയിക്കോളും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്തത്. അങ്ങനെ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നമുക്കിതിനി തുറന്ന് നോക്കാം. എന്താ മണം മക്കളെ! കണ്ടില്ലേ, ചോറൊക്കെ നല്ല സൂപ്പറായിട്ട് പാകത്തിന് വെന്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചോറൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് മാറ്റാം. ഇതേപോലെ നമുക്ക് ഇറച്ചി ഇങ്ങനെ ഇറച്ചിയൊക്കെ ഒരു സൈഡിലിങ്ങനെ വെച്ച് കൊടുക്കാം. എന്താ നമുക്ക് ഒന്നുകൂടി. ഇനി നമുക്ക് ഈ ചോറൊക്കെ കോരി ഒരു സൈഡിൽ വെച്ച് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ബീഫ് ബിരിയാണി അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. കണ്ടില്ലേ? ഇതേപോലെ അടിപൊളി ബീഫ് ബിരിയാണി എല്ലാവർക്കും ഉണ്ടാക്കാൻ പറ്റും. ഇതേപോലെ ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല അടിപൊളിയാണ്, സൂപ്പറായിരിക്കും. ഇത് എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, ഫോളോ ചെയ്യാനും കൂടി മറക്കരുതേ.